വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തും അതല്ലാത്ത സിറ്റുവേഷനുകളിലും ഞാൻ ഈ പറയുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ബോഡി ശ്രദ്ധിക്കണം. ഈ ഒരു മാറ്റം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. കാരണം ഡയറക്റ്റ്ലി അത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല, പക്ഷെ ഇൻഡയറക്ട്ലി നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള ചാൻസസ് അത് റിഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. അതിൽ നിങ്ങളുടെ നാട്ടിലുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണോ ഫോളോ ചെയ്യുന്നത്, അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് നോക്കി ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഹോം റെമഡീസ്. നേരെ മറിച്ച് ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ ഇതുകൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കമന്റ്സ് ഇട്ടിട്ട് 24 അവേഴ്സിനകത്ത് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ നമുക്ക് ചാനലിൽ ലൈവ് ഉണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഒരു 2:30 3 o'clock ടൈമിലാണ് നമ്മൾ ലൈവ് പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ നടക്കും കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് വജൈനൽ ഡ്രൈനെസിനെ പറ്റിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ വജൈനൽ ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഈ വജൈനൽ ഡ്രൈനെസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. ഇതൊരിക്കലും ഡയറക്ട്ലി നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യില്ല, പക്ഷെ അഫക്ട് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ ഇൻഡയറക്ട്ലി ഉണ്ടാക്കുന്നതിന് ഈ ഒരു സിറ്റുവേഷൻ കാരണമാകുന്നുണ്ട് കേട്ടോ. അപ്പോ എന്തുകൊണ്ട് നമുക്ക് വജൈനൽ ഡ്രൈനസ് എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്നാദ്യം നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു റീസൺ ആണ് ഹോർമോൺ ചേഞ്ചസ്. നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും നോർമൽ ആയിട്ടുള്ള ഒരു ലെവലിലാണ് പോകേണ്ടത്. ഇതിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് നന്നായിട്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പലർക്കും വജൈനൽ ഡ്രൈനസ് ഉണ്ടാവുന്നു. ഈസ്ട്രജൻ ആണ് നമ്മുടെ ആ ഒരു വജൈനൽ പോർഷനുള്ള മോയ്സ്ചർ ഒക്കെ ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ആ ഒരു പൊസിഷനിലോട്ട് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നത് ഈ ഒരു ഈസ്ട്രജൻ ആണ്. ഇതിന് ഒരു ലെവൽ കുറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കാം. രണ്ടാമത്തെ ഒരു റീസൺ ആണ് നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് എസ്പെഷ്യലി നമ്മൾ പറയുകയാണെങ്കിൽ റെഗുലർ ആയിട്ട് പല സിറ്റുവേഷനിലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു മെഡിസിൻ ആണ് അലർജിക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മെഡിസിൻസ്. നമുക്കിപ്പോൾ തുമ്മലോ ജലദോഷമോ ഒക്കെ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും അലർജി മെഡിസിൻസ് എടുക്കാറുണ്ട്. ഈ അലർജി നമുക്ക് മൂക്കൊലിപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു മെഡിസിൻ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആ ഒരു മൂക്കൊലിപ്പ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ വജൈനൽ ഡിസ്ചാർജ് നമുക്ക് ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ലിക്വിഡിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ്. ഇതിന് ഒരു നിയന്ത്രണം ഉണ്ടാവുന്നതിനും ഇത് കുറയുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു മെഡിസിൻ എടുക്കുന്നത് കാരണമാകുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ട് മെഡിസിൻ എടുക്കേണ്ട എന്നല്ല, മെഡിസിൻ എടുക്കേണ്ട സിറ്റുവേഷൻസിൽ നമ്മൾ മെഡിസിൻ എടുക്കണം. പക്ഷെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ ഒരുപാട് ഇതുപോലെ അലർജി മെഡിസിൻസ് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല. മൂന്നാമത്തേതാണ് നമ്മളിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും ആൻസൈറ്റിയും. ഇത് ഒരു കൺട്രോൾ ഇല്ലാതെ നമുക്ക് തുടർച്ചയായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല ഹോർമോൺസിന്റെയും പ്രവർത്തനത്തിനെ ആ ഒരു ഡിസ്ചാർജ് അഫക്ട് ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ ആണ് നമുക്കുണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ. നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ് മുൻപോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് എംബ്രിയോയെ ഒന്ന് നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വാട്ടർ റിക്വയർമെന്റ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിന്റെ ഒരു ലെവലിൽ കുറവ് വരുന്നതും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതും മൂലം നമുക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകുന്നതിന് കാരണമാകുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു വജൈനൽ ഡ്രൈനെസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവുക, എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു വിചാരം നമ്മുടെ മൈൻഡിലോട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഭയങ്കരമായിട്ടൊരു ഒരു മോയ്സ്ചർ ഇല്ലാത്ത പോലുള്ള ഒരു സെൻസേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തത് നമുക്ക് ഇച്ചിങ് കൂടുതലായിട്ട് വരിക. അത് വജൈനൽ പോർഷനിലാണെങ്കിലും അതിന് ചുറ്റുമുള്ള ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇച്ചിങ് തോന്നുക. ലാബിയ ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ഇച്ചിങ് കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. മൂന്നാമതുണ്ടാകുന്നതാണ് കുറച്ചൊന്ന് സിവിയർ ആയിട്ടുള്ളത്. അതായത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുക. ചില സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ നമ്മൾ കംഫർട്ടബിൾ ആകാത്ത സിറ്റുവേഷനിൽ ചെറുതായിട്ട് ബ്ലീഡിങ്ങും ഈ സിറ്റുവേഷനിൽ പലർക്കും അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് എങ്ങനെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടാണ്.
ഈ സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് നമുക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകാതെ ഓവുലേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസ്ചാർജ് ആണ്. ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സ്പേമിനെ എഗ്ഗ് വരുന്നത് വരെ സേവ് ചെയ്ത് ശരീരത്തിനകത്തേക്ക് വെക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ശരീരത്തിനകത്ത് ഒരുക്കി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വജൈന കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവ് ശരീരത്തിൽ ഉണ്ടാകാതെ വരികയും സ്പേമിന് ശരീരത്തിനകത്തുള്ള ഒരു നിലനിൽപ്പിനെ അത് അഫക്ട് ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, എഗ്ഗ് വരുന്ന സമയം വരെ ആ ശരീരത്തിനകത്തേക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അവിടെ ഉണ്ടാകാതെ വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് നിങ്ങൾ നേരത്തെയാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത്, ഓവുലേഷൻ ടൈമിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സമയത്ത് വെച്ചിട്ട് സ്പേം നശിച്ചു പോകാനായിട്ടുള്ള, എഗ്ഗ് വരുന്നതിന് മുൻപ് തന്നെ സ്പേം നശിച്ചു പോകാനായിട്ടുള്ള ഒരു കാരണവും ഒരു സിറ്റുവേഷനും അവിടെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും ആദ്യം ഇത് നമ്മുടെ ഫെർട്ടിലിറ്റിയെ അഫക്ട് ചെയ്യുന്നത്. രണ്ടാമത്തേതാണ് നമ്മുടെ ഒരു സ്പേമിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട്, ശരീരത്തിന് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ട്, ഇൻ കേസ് നിങ്ങളുടെ ഹസ്ബൻഡിന് സ്പേമിന് ക്വാളിറ്റി അതുപോലെ മോട്ടിലിറ്റിയും അതൊക്കെ കുറവായിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ, കൗണ്ട് ഒക്കെ കുറവാണെങ്കിൽ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് പറ്റാത്ത കാര്യങ്ങൾ അവിടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. കാരണം ഇതിന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ ഒരു ഫോറിൻ ബോഡി ആണെന്ന് കണ്ടിട്ട് നമ്മുടെ ശരീരം തന്നെ ഇതിനെ നശിപ്പിച്ചു കളയുകയും ആ ശരീരത്തിനകത്ത് ഇത് കയറുന്നതിനനുസരിച്ചിട്ട് ശരീരം റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്നതിനുള്ള സിറ്റുവേഷൻസും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അടുത്ത ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് നമുക്കാണ്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റിൽ വരുന്ന ഒരു മാറ്റമാണ്. ഈ ഡ്രൈനെസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡ്രൈനെസ്സിൽ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ. ചില സമയങ്ങളിലൊക്കെ നമുക്ക് സിറ്റുവേഷനിൽ ഒരു എങ്ങനെയെങ്കിലും ഒരു സെപ്പറേറ്റ് ആയി മാറി നിൽക്കാൻ വേണ്ടി വരെ നമ്മുടെ മനസ്സിൽ തോന്നും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്റ്റിനോടുള്ള നിങ്ങളുടെ ഇഷ്ടം കുറയുന്നതിന്, സെക്സിനോടുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് കുറഞ്ഞു പോകുന്നതിന് അത് കാരണമാകുന്നുണ്ട് കേട്ടോ. അതാണ് അടുത്തൊരു ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അടുത്തൊരു നാലാമത്തെ രീതിക്ക് ഇത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ, അതായത് ഓവുലേഷൻ ടൈം ആയല്ലോ, കോണ്ടാക്ട് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇറഗുലർ പീരിയഡ്സ് ആണ്, പീരിയഡ്സ് ബ്ലീഡിംഗ് നിൽക്കുന്ന ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട്, ആ വേദനയെ പറ്റി ആലോചിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മനസ്സിലിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ട്രെസ്സിൽ കൂടെ കടന്നു പോവുകയാണ്, ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ടൈം ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, നമ്മൾ ഭയങ്കര ഡിസ്കംഫർട്ട് ആണെങ്കിൽ അത് ചിന്തിച്ച് തന്നെ നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ്സിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ശരീരത്തിൽ സ്ട്രെസ്സിന്റെ ഹോർമോൺസ് നല്ലതുപോലെ പ്രൊഡ്യൂസ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനം ശരീരത്തിൽ കുറയുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇൻ കേസ് നിങ്ങളുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ശരീരത്തിന് ഒരുക്കി കൊടുക്കാൻ പറ്റാതെ വരികയും, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്ന സിറ്റുവേഷൻസോ എംബ്രിയോയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കുണ്ടാകുന്ന വജൈനൽ ഡ്രൈനെസ്സിനെ ഒരിക്കലും നമ്മൾ കുറച്ച് കാണാനായിട്ട് പാടില്ല. തീർത്തും നിങ്ങൾക്ക് വജൈനൽ ഡ്രൈനെസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ളത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇതിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും വജൈനൽ ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വജൈനൽ ഡ്രൈനെസ് ഉണ്ടാവുന്ന സമയത്ത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ സ്പേമിന്റെ കൗണ്ട്, മോട്ടിലിറ്റി ഒക്കെ കുറവാണെങ്കിൽ ഇത് അതിന്റെ നിലനിൽപ്പിനെ അഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പേമിന്റെ മൂവ്മെന്റിനെ ഇത് അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഓൾറെഡി സ്പേമിന് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കൂടി നമ്മൾ, ഈ ഒരു സിറ്റുവേഷനും കൂടി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പേമിന് ഒട്ടും തന്നെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ബോഡിയിൽ ഉണ്ടാകുന്നു. നാച്ചുറൽ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്ന സലൈവ ആണെങ്കിലും അതുപോലെ കോക്കനട്ട് ഓയിൽ ആണെങ്കിലും ചിലവർ എഗ് വൈറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ തന്നെയാണെങ്കിലും സ്പേമിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ് ഇതുപോലുള്ള ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ലൂബ്രിക്കൻസും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഹോം മെയ്ഡ് അല്ലാതെ ഓൺലൈനിൽ നിന്നുള്ള ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ്
ചെയ്യേണ്ടത് ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എഴുതി മേടിക്കുന്ന സ്പേം ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൂബ്രിക്കൻസ് ആണ്. ഇത് ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഒരുക്കുകയും സ്പേമിന്റെ മൂവ്മെന്റ് നല്ല ഈസി ആയിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഡോക്ടർ തരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് വജൈനൽ ഡ്രൈനസ് ഒക്കെ സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. അത് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺസീവൽ എന്ന് പറയുന്നൊരു മെഡിസിൻ എടുക്കുമ്പോഴേക്കും ആ ലൂബ്രിക്കൻസും അതുപോലെ ഒരു മോയ്സ്ചറൈസറും ഒക്കെ വജൈനയിലോട്ട് മോയ്സ്ചറൈസേഷനും ഒക്കെ വജൈനയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളിലോട്ടുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഫെർട്ടിലിറ്റി എക്സസൈസ് ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത് ലോവർ അബ്ഡമൻ പോർഷനിലാണ്. നമ്മുടെ ഒട്ടുമിക്ക പ്രത്യുൽപാദന അവയവങ്ങളും അവിടെ ആ ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നു. ഫെർട്ടിലിറ്റി എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ക്വാളിറ്റിയുള്ള എഗ് പ്രൊഡ്യൂസ് ആവുകയും അതുപോലെ സെർവിക്കൽ മ്യൂക്കസും ഒക്കെ നന്നായിട്ടുണ്ടാവുകയും വജൈനൽ ഡ്രൈനസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മാലാസന എക്സസൈസ്, ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, മാലാസന, വോക്ക് എക്സസൈസ് ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ചെയ്യാനായിട്ട് നോക്കുക. രാവിലെയോ രാത്രിയോ എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നത് ആ സമയങ്ങളിൽ ഇത് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ സെർവിക്കൽ മ്യൂക്കസിന്റെ ഭൂരിഭാഗത്തിൽ കൂടുതലും വെള്ളത്തിന്റെ കണ്ടന്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ഒരു ദിവസം 3 ലിറ്ററെങ്കിലും നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ശരീരത്തിന്റെ നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസർ അതുപോലെ തന്നെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതൊക്കെ നല്ലതുപോലെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നതിനും നന്നായിട്ട് ഡിസ്ചാർജ് പ്രൊഡ്യൂസ് ആകുന്നതിനും വെള്ളം നല്ലോണം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഒപ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം ഒരുപാട് കുടിക്കാൻ താല്പര്യമില്ലെങ്കിൽ വെള്ളത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഡയറ്റിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ഇപ്പോൾ വാട്ടർമെലന്റെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അത് അവൈലബിൾ ആണ്. അതുപോലെ ക്യുക്കുംബർ കഴിക്കുന്നതാണെങ്കിലും മാതളനാരങ്ങ കഴിക്കുന്നതാണെങ്കിലും ബീട്രൂട്ട് കഴിക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റിയും അതുപോലെ സെർവിക്കൽ മ്യൂക്കസിന്റെ അളവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ വജൈനൽ ഡ്രൈനസ് ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നമ്മൾ ഇന്ന് ഫോളോ ചെയ്ത് നാളെ റിസൾട്ട് കിട്ടില്ലല്ലോ. ഇന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവരാണെങ്കിൽ കഴിവതും ഫോർപ്ലേ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ട് ശ്രമിക്കുക. പുരുഷൻ സ്ത്രീയെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഡിസ്ചാർജ് കൂടുതൽ പ്രൊഡ്യൂസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു. ആ എക്സാക്ട് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് വരുന്ന സമയത്ത് നന്നായിട്ട് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ളതിന്റെ സ്പേമിന്റെ മൂവ്മെന്റ് ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇത് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ തന്നെ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ജസ്റ്റ് കോൺസീവൽ എന്ന് പറയുന്നൊരു മെഡിസിൻ എടുത്തിട്ട് മാത്രം പ്രഗ്നന്റ് ആയി എന്നതിനെ പറ്റി കേട്ടോ. കോൺസീവൽ മെഡിസിൻ ഏറ്റവും കൂടുതൽ സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ സെർവിക്കൽ മ്യൂക്കസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നും ഓവുലേഷൻ സമയത്ത് വജൈന കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈ ആകുന്നത് കൊണ്ട് എന്തോരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഹോം റെമഡീസും ഫോളോ ചെയ്യുക. ഒപ്പം ഡോക്ടറെ പോയി കണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക കേട്ടോ. അതല്ലെങ്കിൽ അത് ഇൻഡയറക്ട്ലി നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിംഗ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.